അധികവും 90s കിഡ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലേ. പക്ഷെ ഈ 90s കിഡ്സ് പഠിപ്പിക്കുന്നത് ആരെയാ? ജെൻസി 2K കിഡ്സിനെ. എന്നെ സ്ഥിരമായിട്ട് ചീത്ത പറയുന്നൊരു സാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. 10th പഠിക്കുന്ന സമയത്ത് സാറിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ പിന്നീട് സാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ചീത്ത പറയുന്നതിലും ഒരു കാര്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പാസ് ഔട്ടായ കുട്ടികളെ രണ്ടാമത് ഇപ്പോഴും വിളിച്ച് നമ്മളൊരു പരിപാടി നടത്തിയില്ല. എസ്പെഷ്യലി അതിൽ തന്നെ അവർ രണ്ടാമതൊരു ജോബ് ഫെയർ, അവർക്ക് പ്ലേസ്മെന്റ് കിട്ടണം എന്നൊരു ഫോക്കസോട് നമ്മൾ ചെയ്ത സമയത്ത് കുട്ടികളുടെ റെസ്പോൺസ്, ഒരു കുട്ടികളെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് സത്യത്തിൽ അവർക്ക് ക്രിയേറ്റ് ആവുന്നത്. ഹായ്, October 5 വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഞങ്ങൾ ഇപ്പോൾ GECയിലെ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ജേണിയിൽ, ഈ ഒരു GECയിൽ വന്ന ജേണിയിൽ ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. അപ്പം ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും അല്ലേ. ഈ ഒരു ടീച്ചേഴ്സ് ഡേയിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളൊക്കെ ഈ ഒരു ടീച്ചർ ആവും അല്ലെങ്കിൽ GECയിൽ വരും അങ്ങനെയൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? ടീച്ചിങ് എന്നുള്ളൊരു ഇഷ്ടമുള്ളൊരു മേഖല തന്നെയാണ്. കുട്ടികളുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ അടുത്ത് കൂടുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ യങ് ആവും എന്നുള്ളൊരു ഫീൽ വരും. അപ്പോൾ ടീച്ചിങ് ആ ഒരു രീതിയിൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മളെന്താ വെച്ചാൽ കുറച്ചും കൂടിയും അപ്ഡേറ്റഡ് ആവുക, ലൈക്ക് കുട്ടികളോട് സംസാരിക്കുന്ന സമയത്ത് അതിന്റെ കൂടുതൽ കൂടെ നമ്മളും അപ്ഡേറ്റഡ് ആവണം. ഓരോ ദിവസവും ഓരോ നേരവും വെച്ചിട്ട് ലൈക്ക് നമ്മൾ എന്തെങ്കിലും കുട്ടികളുടെ അടുത്ത് പോയി പറഞ്ഞു കൊടുക്കണമെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം ആ ഒരു കാര്യം അറിയണ്ടേ. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചിട്ട് എന്താവും നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ. അപ്പോൾ ഓരോ ദിവസവും നമ്മളും അതിന്റെ കൂടുതൽ കൂടെ അങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ടീച്ചർ ആവണം എന്ന് ആഗ്രഹിച്ച് ടീച്ചർ ആയതല്ല. നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഒരു രണ്ടാമതൊരു വരുമാനം എന്ന രീതിയിൽ നമ്മളെല്ലാവരും ട്യൂഷനൊക്കെ പഠിപ്പിച്ച് തുടങ്ങുമല്ലോ. അങ്ങനെ ട്യൂഷനൊക്കെ പഠിപ്പിച്ച് തുടങ്ങിയതാണ്. പിന്നീട് നമ്മൾ ചില കാര്യങ്ങൾ നമ്മളെ പാഷൻസ് നമ്മൾ അങ്ങനെ കണ്ടെത്തുക. പഠിപ്പിച്ച് തുടങ്ങിയ ശേഷം എനിക്ക് മനസ്സിലായി എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് ക്ലാസ്സിൽ കുട്ടികളുടെ എണ്ണം കൂടുമ്പോൾ പഠിപ്പിക്കുന്നതൊക്കെ ബോറടി അല്ല, നമുക്ക് ഭയങ്കര താല്പര്യമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഇത് എനിക്ക് ഇഷ്ടമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ്. അങ്ങനെയാണ് ഇവര് ഞാൻ കംപ്ലീറ്റ് ടീച്ചറായി മാറി. എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ എൻ്റെ വീട്ടിൽ അമ്മയും ഒക്കെ ടീച്ചറാണ്. അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ടീച്ചറായിട്ട് കാണണം. പക്ഷേ സത്യം പറഞ്ഞെങ്കിൽ തീരെ താല്പര്യമില്ലായിരുന്നു ടീച്ചറായിട്ട്. പക്ഷേ ഇന്ന് ഈ GECയിൽ ഞാൻ ടീച്ചറായിട്ടാണ് വന്നത്. അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഓരോ സ്റ്റുഡൻസിനെയും നമ്മൾ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഏത് ടീച്ചേഴ്സും ഇപ്പോൾ വീട്ടിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അധികം സ്റ്റുഡൻസ് ടൈം സ്പെൻഡ് ചെയ്യുക ടീച്ചേഴ്സിനോടായിരിക്കും. ഒരു ടീച്ചേഴ്സിന്റെ ജോലി എന്ന് പറയുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ ഒരു ടീച്ചറിന് ഒരു വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നുണ്ട്. അതായത് ഒരേ ടൈം നമുക്ക് സ്റ്റുഡൻസിനായിട്ടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റും, അതേസമയം നമുക്ക് ഫാമിലിക്ക് വേണ്ടിയിട്ടും കൂടിയും എന്ത് ചെയ്യാൻ പറ്റും കാര്യങ്ങൾ. ഇപ്പോൾ ഈവൻ ഞാനിവിടെ വന്ന് പോവുകയാണെന്ന് വെച്ചാലും എനിക്ക് ഒരേ ടൈം എൻ്റെ ഫാമിലിനെയായിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മേനെയായിട്ട് ഇപ്പം പുറത്തേക്ക് ഔട്ടിങ് ആവാം, എല്ലാം ഒരുപോലെ എനിക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അതും ഒരു ടീച്ചിങ്ങിന്റെ അഡ്വാൻറ്റേജ് ആണ്. എത്രയൊക്കെ AI അല്ലെങ്കിൽ ഡിജിറ്റൽ വിപ്ലവം കൊണ്ടുവന്നാൽ പോലും അതിൽ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഒരു ഓഫ്ലൈൻ സ്ട്രീം, അതായത് കണ്ട് ആ ടീച്ചേഴ്സിൻ്റെതായിട്ടുള്ള ഒരു കെയർ, ഒരു ലവ്, അത് ഡിഫറെന്റ് തന്നെ. ശരിക്കും നമ്മളെ കോവിഡ് ടൈമിൽ അധികം ഓൺലൈൻ ക്ലാസ് കുട്ടികൾക്ക് എന്തൊക്കെ പറയാല്ല, ഓൺലൈൻ്റെ ലിമിറ്റേഷൻസ് എന്നുള്ളത് ഭയങ്കര. നമ്മൾ ഓഫ്ലൈനിൽ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുന്ന പോലെ ഒരിക്കലും ഓൺലൈൻ ആവില്ല. എന്തൊക്കെ ഇത് ടെക്നോളജി വന്നെന്ന് പറഞ്ഞാലും ഈ ടീച്ചർ സ്റ്റുഡൻറ് ബന്ധം എന്ന് പറയുന്നത് ഒരു വേറെ ടൈപ്പ് ഓഫ്. ആ ടൈമിലായിരുന്നു ആക്ച്വലി ഞാൻ ഗുരുവായൂരപ്പൻ കോളേജിലായിരുന്നു. ആ 2 വർഷം ശരിക്കും എനിക്ക് മിസ്സായി. കാരണം ഓഫ്ലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എത്രത്തോളം ഓഫ്ലൈൻ ലൈക്ക് ഓൺലൈൻ വന്നിട്ടുണ്ടെങ്കിലും ഓഫ്ലൈൻ എന്ന് പറയുന്നതും അനിവാര്യമാണ്. പിന്നെ എല്ലാവർക്കും ഒരു ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടാവില്ലേ. ഇപ്പം നഴ്സറി കാലഘട്ടം ഉണ്ടാവും, സ്കൂൾ ഉണ്ടാവും, അതേപോലെ കോളേജ് ഉണ്ടാവും. എല്ലാവർക്കും ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഒരു ടീച്ചർ, ഒരു ഫേവറേറ്റ് ടീച്ചർ ഉണ്ടാവും എപ്പോഴും. എന്നെ സ്ഥിരമായിട്ട് ചീത്ത പറയുന്നൊരു സാറുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് വേണം തുടങ്ങാൻ. 10th പഠിക്കുന്ന സമയത്ത് സാറിന്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ പിന്നീട് സാർ എന്നെ പറഞ്ഞിട്ടുണ്ട്, ആ ചീത്ത പറയുന്നതിലും ഒരു കാര്യമുണ്ടെന്ന് പിന്നീട് മനസ്സിലായിട്ടുണ്ട്. കാരണം ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മളും ഇപ്പോഴത്തെ സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെയാണ്, അതായത് അവർക്ക് മാറ്റം കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ആ രീതിയിൽ കുട്ടികളെ കൊണ്ടുപോകാന്നുള്ളൊരു തോന്നൽ വരെ. ഇപ്പോൾ ഞാൻ MBAക്ക് പഠിക്കുന്ന സമയത്ത് ആക്ച്വലി നമ്മളുടെ അവിടെ നമ്മൾ ബിസിനസ് ആണല്ലോ പഠിക്കുന്നത്. അതിൻ്റെ കൂടെ ടീച്ചിങ്ങും എനിക്ക് പാഷനാണ്. അപ്പം സാറ് പറഞ്ഞ അവിടുത്തെ ഡയറക്ടർ ആയിരുന്നു, ഞാൻ പേര് പിന്നെ ഞാൻ പറയുന്നില്ല, ഡയറക്ടർ എന്നോട് പറഞ്ഞൊരു വേർഡിങ് ഉണ്ടായിരുന്നു. സാർ എന്നോട് എല്ലാവരുടെയും മുമ്പ് ചോദിച്ചു നിനക്ക് എന്താവാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു ടീച്ചറൊക്കെ ആയിട്ട് പോകാനാണ് താല്പര്യം. അപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു വേർഡ്സ് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് നീ ഒരു ടീച്ചർ ആവണം, നീ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു കോളേജ് നീ തുടങ്ങുക. അപ്പം സാറ് ബിസിനസ് ആയിട്ടും കൂടി റിലേറ്റ് ചെയ്തതാണ്. അതിപ്പോ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇപ്പൊ നമ്മൾ GEC തന്നെ എത്ര ടീച്ചേഴ്സ് നമുക്ക് ഫാക്കൽറ്റീസ് ഉണ്ട്. ഒക്കെ നമുക്ക് ആ ഒരു ബിസിനസ് ആ ഒരു ആസ്പെക്റ്റിലും കൂടെ സാറ് പറഞ്ഞെന്താ വെച്ചാൽ നമ്മൾ എന്താ പറയുക ജോബിന് പോണേക്കാളും നമ്മൾ ജോബ് ഗിവേഴ്സ് ആവുക. ലൈക്ക് 4 പേർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് പുണ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല. പിന്നെ അതേപോലെ നമുക്ക് കുട്ടികൾക്ക് ഇന്ന ചാപ്റ്റർ അല്ലെങ്കിൽ ഇന്ന ടോപ്പിക് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ
അതിനപ്പുറം അതിൽ എങ്ങനെ നല്ലൊരു വ്യക്തി ആവാം എന്നുള്ളതും കൂടെ ആ ഒരു ടീച്ചറാണ് ശരിക്കും ആ കുട്ടിക്ക് പകർന്നു കൊടുക്കുക. നമ്മുടെ MD-മാർ അല്ലെ GC-യിൽ അസർ സാറും റഫീഖ് സാറും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഡോക്ടേഴ്സ് എന്നുള്ളതിനേക്കാളും ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ട് കുറച്ചും കൂടെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട്. അവര് പറയും ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി എടുക്കുന്നതിലും അവര് ഭയങ്കര ഇതാണ്, ഇവിടെ വരുമ്പോ കുട്ടികളായിട്ട് ഇടപെടുന്ന സമയത്ത് പറയാറുണ്ട്. അവർക്കൊരു പോസിറ്റീവ് എനർജിയാണ് ശരിക്കും കിട്ടുന്നത്. അല്ല, എനിക്ക് ശരിക്കും ഒരു ടീച്ചിങ് കരിയറിലേക്ക് വരാൻ ഇൻസ്പിറേഷൻ ആയതാണ് എൻ്റെ അമ്മമ്മ എന്ന് പറയുന്നത്. അമ്മമ്മ കുറെ കാലം ഹെഡ് മിസ്ട്രസ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എയ്ഡഡ് സ്കൂളിൽ. അപ്പൊ അതൊക്കെയാണ് ആക്ച്വലി എന്നെ ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ കുറച്ചുകൂടി എന്താ പറയുക താല്പര്യം ഉണ്ടാക്കിയ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. ടീച്ചേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ മോർ ദാൻ സബ്ജക്ട് നമ്മൾ കുട്ടികളെ കുറച്ചും കൂടെ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേഖലയാണ്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ചിലപ്പോൾ അവർ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു പോം വഴി അല്ലെ വീട്ടുകാരുടെ അടുത്ത് പറയുന്നതിനേക്കാളും ചിലപ്പോൾ ഒക്കെ കുട്ടികൾ നമ്മളെ തന്നെ തേടി വരും. മിസ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, ഇതിന് എന്തെങ്കിലും ഒരു കാരണം. അപ്പോൾ അവരത്രത്തോളം നമ്മൾ ബിലീവ് ചെയ്യുന്നത് ടീച്ചേഴ്സ് എന്നുള്ള ഒരു പൊസിഷനോട് കൊടുക്കുന്ന ഒരു വാല്യൂ ആവാം, അല്ലെങ്കിൽ റെസ്പെക്റ്റ് ആവാം എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, മെന്റർ സിസ്റ്റമാണോ ട്യൂട്ടർ സിസ്റ്റമാണോ ബെറ്റർ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ ഒരു ഇന്നത്തെ ഈ ഒരു സെനേറിയോയിൽ? ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിച്ചത്. അപ്പോൾ സത്യത്തിൽ പഴയ കാലത്തെ ടീച്ചർമാരെന്ന് പറയുന്ന സിസ്റ്റം പണ്ടില്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലാണെങ്കിൽ ശരി, മറ്റു സ്ഥലങ്ങളാണെങ്കിൽ ശരി, നമ്മൾ ഏറ്റവും കൂടുതൽ കേരളം ഗുരുകുലം എന്നുള്ള വാക്കാണ്. ഇപ്പോൾ ഗുരു ഉണ്ടാവുക, ഗുരുവിൻ്റെ അടുത്ത് പഠിക്കുക, അല്ലാണ്ട് സ്കൂളിൽ പോയി ടീച്ചർ എന്നുള്ള സാധനം വന്നിട്ടില്ല, റൈറ്റ്? ടീച്ചർ പഠിപ്പിക്കുന്ന സാധനമല്ല. അപ്പോൾ ഇതിനൊരു വലിയ ഫാക്ടർ ഉള്ളതെന്ന് വെച്ചാൽ പണ്ട് ആൾക്കാർ കൊണ്ടുനടന്നിരുന്ന ഒരു വാല്യൂ ഉണ്ടായിരുന്നു, അങ്ങനെ അവർ കണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഗുരുകുല സിസ്റ്റത്തിൽ ഇവരെന്താ വിട്ടിരുന്നത് വെച്ചാൽ കുറേ അറിവ് മാത്രം നമ്മൾ പുസ്തകങ്ങൾ പഠിക്കുക എന്നുള്ളതല്ല അവരൊന്ന് വാല്യൂ ചെയ്തിരുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ അടുത്തേക്ക് വിടുന്നതെന്ന് വെച്ചാൽ മൂപ്പറ കൂടെ താമസിക്കുക, ഗുരുകുലാണല്ലോ. ഇയാളെ കൂടെ താമസിക്കുന്ന വെച്ചാൽ ഇയാൾ എങ്ങനെയാണ് ജീവിക്കുന്നത്, ഇയാൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണം, പഠിക്കണം. ഇപ്പൊ പ്രാക്ടിക്കലി കാര്യങ്ങൾ ചെയ്യാൻ കുട്ടികളെ സെറ്റാക്കി എടുക്കുന്ന ഒരു സിസ്റ്റം ആയിരുന്നുള്ളൂ. ഇപ്പൊ ജസ്റ്റ് അറിവ് മാത്രം കിട്ടിയാൽ മതിയെങ്കിൽ നമുക്ക് ബുക്ക് എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഇപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞ കാര്യമുണ്ട്, AI വരുന്നു, ഇനിയിപ്പോൾ പഠിപ്പിക്കാൻ AI മതി. AI വരുന്നതിന് മുമ്പ് യൂട്യൂബ് ഉണ്ടായിരുന്നു, യൂട്യൂബ് നമുക്ക് പഠിച്ചാൽ പോരെ. സത്യത്തിൽ ഈ ടീച്ചർ എന്ന് പറയുന്ന ആൾ ഡിഫറെന്റ് ആവുന്നത് ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്ന സാധനം കൂടി വരുമ്പോഴാണ്. ആ കുട്ടിയെ പഠിക്കുന്ന ടീച്ചർ പറഞ്ഞില്ലേ, ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ടാവും. നമുക്ക് അറിയുന്ന കാര്യം എന്ന് വെച്ചാൽ പല കുട്ടികൾക്കും അവരുടെ വീട്ടിൽ സംസാരിക്കാൻ എന്തുണ്ട്, പരിധികളുണ്ട്. ഇനി അക്കാഡമിക് കാര്യങ്ങളിൽ ഇപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ച് അച്ഛനും അമ്മയ്ക്കും കുട്ടി രക്ഷപ്പെടണം ആഗ്രഹമുണ്ടാകും, പക്ഷെ അതിന് ഏത് വഴിക്ക് അവരെ കൊണ്ടുനടക്കണമെന്നോ അവരുടെ പഠിത്തത്തിൽ വരുന്ന പ്രയാസം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാവില്ല. ഇരുന്ന് പഠിക്കണമെന്ന് പറഞ്ഞ് തല്ലിയാൽ മാത്രം പിള്ളേർ പഠിക്കില്ല. അവിടെയൊക്കെ സത്യത്തിൽ അവരുടെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത് സത്യത്തിൽ നല്ലൊരു ടീച്ചർ ഇൻവോൾവ്മെന്റ്. ഇപ്പോൾ സ്കൂളിൽ പലരുടെ അനുഭവത്തിലുണ്ടാവും, നമ്മളുടെ ജീവിതത്തിലൊക്കെ ചിലപ്പോൾ നമ്മൾ മാത്രമല്ല ലൈഫിൽ വലിയ രീതിയിൽ എത്തിയ ഒരുവിധ ആൾക്കാരൊക്കെ ചോദിച്ചാൽ അവർ പറയും നമ്മളെ ഇടയ്ക്ക് വെച്ച് വഴിതിരിച്ച് വിട്ട ഒരു ടീച്ചർ അവരുടെ ലൈഫിലുണ്ടാവും. സോ ആ ഒരു മെന്റർഷിപ്പ് എന്ന് പറഞ്ഞ സാധനമാണ് ഏറ്റവും കുറവ് വരുന്നത്. അതാണ് സത്യത്തിൽ ഇനി ടീച്ചിങ്ങിലേക്ക് നമ്മൾ തിരിച്ചുകൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ശ്രമിക്കുമ്പോൾ നമ്മൾ IAS ഇപ്പോൾ ചെയ്തിട്ടുണ്ട്, GC IAS ആണെങ്കിലും PSC ക്ലാസ്സുകളാണെങ്കിലും നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു ആംഗിളും ആണ്. ബെസ്റ്റ് കുറേ അറിവുകൾ കൊടുത്ത് ഒരു ക്ലാസ്സിൽ പഠിച്ച് പോയി എത്രത്തോളം കിട്ടി, അവൻ എത്രത്തോളം അത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതൊന്നും ആരും ഇവാലുവേറ്റ് ചെയ്തില്ല. ഒരാളിരുന്ന് ഒരാളുടെ പെർഫോമൻസ്, അർജുനൻ്റെ കൂടെ പണ്ട് പുള്ളിയുടെ ഗുരു നിന്ന പോലെ ഇവരെന്താണ് കാണുന്നത് ചോദിച്ചൊരു സാധനം ഉണ്ട്, അങ്ങനെ പഠിപ്പിച്ചാൽ വിട്ട പോരല്ലോ. അവൻ എത്രത്തോളം അത് മനസ്സിലാക്കി, ഡോക്ടർ ചോദിച്ച പോലെ എത്രത്തോളം ഇനി എന്ത് കാണുന്നുണ്ട്, എന്ത് കാണുന്നില്ല, കുറവുകളും അവൻ്റെ കഴിവുകൾ മനസ്സിലാക്കി അവൻ ആ രീതിയിൽ ഒരാളെ ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ക്രാഫ്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. അതാണ് ശരിക്കും ഇനി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ടീച്ചർമാർ ഇന്നത്തെ ഫോക്കസ് ചെയ്യേണ്ട ഒരു ആക്സെപ്റ്റ് എനിക്ക് ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ആ കുട്ടിക്ക് ഒരു അറ്റൻഷൻ കൊടുക്കുക എന്നുള്ള സാധനം. ഇപ്പോൾ പണ്ടത്തെ ക്ലാസ്സുകളിലൊക്കെ നമ്മളെ ടീച്ചർമാർക്ക് ഉണ്ടായിരുന്ന ഗുണം, ഒരു 40 പേരുള്ള സമയത്ത് ചില ടീച്ചർമാർ ആ 40 പേര് എന്ത് ചെയ്യും, ഇൻഡിവിജ്വലായിട്ട് തന്നെ അറിയാം, ഓരോ കുട്ടിയുടെ പ്രശ്നങ്ങളും അറിയാം, ഓരോ കുട്ടിയുടെ പേര് മാത്രമല്ല അവനെ അറിയാം, അവൻ എന്ത് കഴിവുണ്ട്, എന്ത് കഴിവുറന്ന് ടീച്ചർമാർക്ക് അറിയാം. പക്ഷെ ഇന്ന് ആ ഒരു ഇത് ശരിക്കും ഇല്ലല്ലോ, ആ ഒരു ഇൻഡിവിജ്വൽ മോണിറ്ററിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം. ശരിക്കും പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ ആ ഒരു ജനറേഷൻ അതും ആ ഒരു ഗ്യാപ്പും ശരിക്കും ഇതിലൊരു വിഷയം ഉണ്ടാക്കുന്നുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മളിപ്പോൾ നോക്കിയാലും ഈ ചെറിയ ചിലപ്പോൾ സർക്കാർ സ്കൂളിലൊക്കെ ചെറിയ ക്ലാസ്സുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ആ ടീച്ചർ മിക്കവാറും ഒരു ലേഡി ആയിരിക്കും, ഒരു കുട്ടികളെ സ്വന്തം മക്കളെ പോലെ ആയിരിക്കും ആ ചെറിയ. പക്ഷെ ഈവൻ ശിക്ഷണാണെങ്കിൽ പോലും പണ്ട് ശിക്ഷിക്കായിരുന്നു അല്ലേ, ഇപ്പം അങ്ങനെ നോക്കുന്ന ഒരു അടിക്കാന്നൊക്കെ പറയുമ്പോ തന്നെ നമ്മൾ കേൾക്കാറുണ്ട്. ആ ഒരു അടിയിൽ പോലും ഒരു സ്നേഹത്തിന്റെ തലോടലെന്ന പോലെ അല്ല, ഒരു കരുതൽ ഉണ്ടായിരുന്നു. ആ കരുതലുണ്ടായിരുന്നു. ഇവ കുട്ടികൾക്ക് അത് ഇപ്പൊ കിട്ടാത്തപ്പോഴാണെന്നറിയും. ഇപ്പോഴും ചെറിയ ക്ലാസ്സിലെ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും. ഇവർ ഇതൊക്കെ കഴിഞ്ഞ് +1 കഴിഞ്ഞ് ഈ പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കാൻ വരും. പ്രൊഫഷണൽ കോഴ്സുകളുടെ ഇതിലാണ് ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആസ്പെക്ട് നഷ്ടപ്പെടുകയും പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിപ്പിച്ച് വിട്ട്
ടെസ്റ്റ് മാത്രം കൊടുക്കുന്ന ഒരു സാധനത്തിലേക്ക് മാറരുത്. മറ്റവർക്ക് ഉണ്ടായിരുന്ന ഒരു കൺസേൺ, ഒരു ഇൻഡിവിജ്വൽ സ്റ്റുഡന്റിനോട് ഉണ്ടായിരുന്ന കൺസേൺ, അവരും എന്ത് ചെയ്യണം, രക്ഷപ്പെടണം, ആ ഒരു വ്യക്തിയെ പക്ഷേ സ്റ്റുഡന്റിന് ടീച്ചറോടുള്ള ആറ്റിറ്റ്യൂഡ് ഇപ്പൊ ഭയങ്കര, നമ്മള് ന്യൂസിൽ തന്നെ കാണാറുണ്ട്. ടീച്ചേഴ്സിനെ ഇപ്പൊ നാളെ ഏതൊരു ടീച്ചറിനെ കൊന്നു അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതായത് ഇപ്പൊ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയതിന്. അപ്പൊ അങ്ങനത്തെ സ്റ്റുഡൻസ് ടീച്ചർ ഇപ്പൊ സൊസൈറ്റിയെ മാറിപ്പോയി അല്ലേ? ആ മെക്കനൈസേഷന്റെ ഭാഗമായിട്ട് വരുന്ന പ്രശ്നങ്ങളായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ സത്യത്തിൽ കാണാൻ പറ്റും. കാരണം ഒരുമിച്ചിരുന്ന് സംസാരിക്കാന്നുള്ള കാര്യം തന്നെ ഇപ്പൊ ഒരുപാട് കുറഞ്ഞിട്ടുള്ളത്. ഒരു യാന്ത്രികമായ 10 പേര് ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിന്നാൽ പോലും 10 പേരും അവരുടെ ഫോണിലാണ്. സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ പോലും പലരും അതിലേക്ക് എത്തിപ്പെടുന്നില്ല. അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ ഈ കുട്ടികളെ നേരിട്ട് കാണുന്ന സമയത്ത് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത് ചിലപ്പോൾ ഒരു ടീച്ചർക്കായിരിക്കും. അതുകൊണ്ടാവാം അവർ ടീച്ചറുടെ അടുത്തേക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനും ഒക്കെ അല്ലെ ഒരു ഇൻട്രസ്റ്റ് എടുക്കുന്നുണ്ടാവുക. പിന്നെ ആ ഒരു ഓർഗാനിക് എലമെന്റ് നഷ്ടം. അതാണ് നേരത്തെ നീ ചോദിച്ചാൽ പ്രധാന സാധനം. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ നല്ല ക്ലാസ്സുകൾ, ടീച്ചർ ക്ലാസ് ആണ് കാണുമ്പോഴും നമ്മൾ ആലോചിക്കുന്നത് വെച്ചാൽ ഒരു ഇൻഓർഗാനിക് സാധനം. നമ്മൾ സിനിമ കാണുന്നു, ഇങ്ങോട്ട് കിട്ടുന്നു, നമ്മൾ കണ്ടു എൻജോയ് ചെയ്ത് പോയി. ആ ഓർഗാനിക് എലമെന്റ് പോയി. അതാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകളിൽ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സുകളിലും വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു കോഴ്സ് നമ്മൾ സിലബസ് എന്ത് ചെയ്തു, തീർത്തു, പഠിപ്പിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിപ്പോയി, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്തിട്ട് വളർത്തുക എന്നുള്ളതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇപ്പൊ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് മിസ്സേ എന്തെങ്കിലുമൊക്കെ ആവോ ഞാൻ എന്നൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ അതെന്താ ആവാണ്ട് കുറച്ച് ശ്രമിച്ചാൽ പോരെ എന്നൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞ് പിന്നീട് അവരൊക്കെ നല്ല ജോബിലൊക്കെ കയറി വരുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറയും, മിസ്സേ അന്ന് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ആ ഇന്റർവ്യൂനൊക്കെ പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർക്ക് ഇപ്പൊ തന്നെ അനുഭവം ഉണ്ട്. അപ്പൊ ടീച്ചർ ഇവിടെ നൈവിക്കും അതുപോലെ തന്നെ ഈ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം പിള്ളേരെ നിർബന്ധിച്ച് കൊണ്ടുവന്നു. ഒരുപാട് പിള്ളേര് അതെ അവര് അവിടെ ഇപ്പം മേത്തര പോയപ്പോ അവിടെ ഞാൻ ഇതിന്റെ മുന്നേ പഠിച്ചെടുത്തുള്ള സ്റ്റുഡൻസ് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ സ്റ്റുഡൻസ് തന്നെ ഇതിന് മുന്നേ ബാച്ചിലുള്ള കുറെ കുട്ടികൾ പല സ്ഥലത്തും വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, ഐവിയിലൊക്കെ കൊണ്ടുവന്ന സമയത്ത്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ അവരെങ്ങനെയാണ് വന്നത്, ഇപ്പൊ എങ്ങനെ മാറി, ആ മാറ്റത്തിന് നമ്മളും ഒരു കാരണമാണെന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. പലരും ടീച്ചറെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ അവര് ചിലപ്പോൾ വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ ടീച്ചറെ വലിച്ചുകൊണ്ട് പോയി ജോലി കിട്ടി ഒരു വർഷം കഴിയുമ്പോൾ ഇന്നത്തെ പിള്ളേർക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു എലമെന്റ് അവിടെ കംപ്ലീറ്റ്ലി നഷ്ടമായി എന്നാണ് തോന്നുന്നത്. ഈവൻ ഇപ്പൊ ഒരു ഫോർമൽ ലെറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരെ ChatGPT അതേപോലുള്ള AI പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യുന്ന ആ ഒരു സന്ദർഭമാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഗൂഗിളിന്റെ സാധനം പറഞ്ഞ പോലെ ഗൂഗിളും നിങ്ങൾക്ക് AI ഒക്കെ ഉപയോഗിക്കാം. പക്ഷെ അത് ഉപയോഗിച്ചിട്ട് അതിനകത്ത് ഇവനെ അത് ക്രാഫ്റ്റിലേക്ക് ഉപയോഗിച്ച് ഇവന്റെ റേഞ്ച് മേലേക്ക് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു AI വന്നതുകൊണ്ട് ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഇതിന് ആ ഒരു സാധനം തെറ്റാ. ChatGPT മതി, ChatGPT സാധനം ചെയ്തു, നമുക്ക് എന്ത് ചെയ്യാം, ഈ സാധനം ChatGPT കോപ്പി ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ChatGPT അസൈൻമെന്റ് കാര്യം പറഞ്ഞു, ChatGPT എടുത്തിട്ട് ഒരു അസൈൻമെന്റ് എടുത്ത് കോപ്പി പേസ്റ്റ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അത് വായിക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവാനായിട്ടല്ല ഇത് ChatGPT ആണ്. എന്നിട്ടും അത് എന്താണെന്ന് വെച്ചാൽ ഒരാൾ അപ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ മതി, അവൻ എന്തെങ്കിലും ചെയ്യട്ടെ. അപ്പൊ നമ്മളടുത്താണ് ഈ സാധനം വരുന്നതെങ്കിൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരിക്കലും നമ്മൾ ഇത് അപ്രൂവ് ചെയ്യും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവരോട് ദേഷ്യമുണ്ടല്ലോ, കാരണം ഇതും കൊണ്ട് അവൻ പോയിട്ട് കാര്യമില്ല. അതല്ല, JECയിൽ ഏത് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിനോട് ചോദിച്ചാലും ഇവിടുത്തെ ടീച്ചിങ് അവര് ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ സ്പെഷ്യാലിറ്റിയും ആ ഒരു ടീച്ചേഴ്സിന്റെ ഫ്രണ്ട്ലിനെസ്സും എല്ലാം പറയാറുണ്ട്. അത് ട്യൂട്ടറിംഗ് എന്നുള്ള ഒരു ഒറ്റ ഇതിനേക്കാളും കൂടുതലും അവർക്ക് വേണ്ട ഒരു മെന്റർഷിപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കുട്ടിക്ക് ഇപ്പം എന്തെങ്കിലും ഒരു ചിലപ്പോൾ ക്ലാസ് എടുത്തോണ്ടിരിക്കവേ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിയെ കാണുമ്പോൾ നമുക്ക് തോന്നുകയാണ് അവർക്ക് തീരെ വയ്യാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും സൊല്യൂഷൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് നമ്മളോട് ഒരു അറ്റാച്ച്മെന്റ് കൂടുക. അപ്പോൾ അവിടുന്ന് ഇറങ്ങി പോകുമ്പോഴും അത് അവരിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫെയർവെൽ കണ്ടക്ട് ചെയ്തപ്പോൾ ലാസ്റ്റിലോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇമോഷണലി അവർ കുറച്ചുകൂടെ കണക്റ്റഡ് ആയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഈ പാസ് ഔട്ടായ കുട്ടികളെ രണ്ടാമത് ഇപ്പോഴും വിളിച്ച് നമ്മളൊരു പരിപാടി നടത്തിയില്ലായിരുന്നു. എസ്പെഷ്യലി അതിൽ തന്നെ അവർ രണ്ടാമതൊരു ജോബ് ഫെയർ, അവർക്ക് പ്ലേസ്മെന്റ് കിട്ടണം എന്നൊരു ഫോക്കസോട് നമ്മൾ ചെയ്ത സമയത്ത് കുട്ടികളുടെ റെസ്പോൺസ്, ഓരോ കുട്ടികളെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് സത്യത്തിൽ അവർക്ക് ക്രിയേറ്റ് ആവുന്നത്. നമ്മൾ മാർക്കറ്റിംഗിലൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അതായത് ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയാലും അതിന്റെ ശേഷം നമ്മളൊരു കസ്റ്റമർ സർവീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഞാൻ എഴുതോട്ടെ, ഇപ്പൊ എനിക്ക് തോന്നുന്ന വെച്ചാൽ അത് ചെയ്ത് പാർവതി മാമാണ് നമ്മൾ. അതിനേക്കാൾ ഉപരി ഇവിടെ പഠിച്ചു പോയൊരു കുട്ടിക്ക് ജോലി കിട്ടണം എന്നുള്ള ആ മാമിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു സാധനം ഉണ്ട്. ആ സാധനത്താണ് അതിന്റെ കാണിക്കുന്നത് ഒരു കമ്മിറ്റ്മെന്റ് കുട്ടികളോടുള്ള, രക്ഷപ്പെടണം, അവന് ജോലി കിട്ടണം എന്ന് കൊടുക്കുന്ന സമയത്ത് നമ്മളെ വിശ്വസിച്ചിട്ടാണ് വന്നത്. അപ്പൊ അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അത് ഇതിപ്പോ ഒരു കുട്ടി ജോബിന് കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ കുട്ടി എന്താ പറയാ എവിടെയെങ്കിലും ജോബ് സെറ്റ് ആക്കണം, അരുണ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് ആക്കണം എന്നുള്ള ആ ഒരു ഇത് നമുക്കാണ് ആ ഒരു തോന്നൽ ശരിക്കും ഉള്ളത്. നമ്മളിപ്പോ ഈ GECയിൽ നോക്കുകയാണെങ്കിൽ തന്നെ അധികവും 90s കിഡ്സ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലേ. പക്ഷെ ഈ 90s കിഡ്സ് പഠിപ്പിക്കുന്നത് ആരെയാ? ജെൻസി 2K കിഡ്സിനെ. അപ്പൊ ശരിക്കും അതിന്റെ ആ ഒരു ജനറേഷൻ ഗ്യാപ്പ് ശരിക്കും
ആ ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ളത് ഉണ്ടാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ക്ലാസ് അത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ? ആക്ച്വലി അവരുടെ ഒരു ആറ്റിറ്റ്യൂഡും ബിഹേവിയേഴ്സിലൊക്കെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് തന്നെ ഉണ്ട്. കാരണം എന്താ പറയാ, പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ട്. അത് ചിലപ്പോൾ നമ്മളോടുള്ള ഒരു റെസ്പെക്റ്റിന്റെ കാര്യത്തിൽ. ശരി, അതേപോലെ ഇപ്പം എന്തായാലും ഫ്രണ്ട്ലിനെസ് എന്തായാലും നമുക്ക് വേണം, അത് ടീച്ചേഴ്സ് സ്റ്റുഡന്റ്. പക്ഷെ നമുക്ക് പണ്ടൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് ആ റെസ്പെക്റ്റും പേടിയും ഒക്കെ ഒരു ടീച്ചേഴ്സിനോട് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ആ കുട്ടികൾക്ക് അതുണ്ടോ? അധികം ആ ഒരു ഡാപ്പോഡ ബന്ധമാണോ സ്റ്റുഡൻസ് ടീച്ചേഴ്സ് ആയിട്ടുള്ളതെന്നുള്ള എനിക്ക് പല ടൈമിലും തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ വേറെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് കാണേണ്ട കാര്യമില്ല. ചില സാധനങ്ങളൊക്കെ നമ്മളെക്കാൾ നല്ലവണ്ണം അടുത്ത ജനറേഷനിലേക്ക് ജെൻസികളാണ് ചെയ്യുന്നത്. ടെക്നിക്കലി നമ്മളെക്കാൾ അഡ്വാൻസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ യുഎന്റെ മൊത്തത്തിലുള്ള ഒരു ഇതൊക്കെ അനുസരിച്ച് പോവുകയാണെങ്കിലും ഈ ടീച്ചർ സ്റ്റുഡന്റ് ബന്ധം എങ്ങനെ ആവണം എന്നുള്ളതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ ഓരോ വർഷം കഴിയുമ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഈ പറയുന്ന പോലെ ബഹുമാനം ആവശ്യമാണ്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫ്രണ്ട്ലിനെസ് ആവണം എന്ന് പറയുന്നത്. അതെ, നമ്മളിപ്പോ ചൂരല് കാണിച്ച് എടാ ചെയ്യുന്ന് പറഞ്ഞാൽ ചിലപ്പോ അവർ ഇന്നത്തെ ജെൻസി കുട്ടികൾ ചെയ്യൂല. അതിനു വേണ്ടി എടാ ഇങ്ങനെ ആ ഒരു അവരുടെ ആ ഒരു നമുക്ക് ആ ഒരു ഒഴുക്കിനനുസരിച്ച് നീങ്ങാന്നുള്ളത് നമ്മൾ ടീച്ചർമാർ ചെയ്യേണ്ടതാണ്. കാരണം കുട്ടികളെ അടിക്കരുത്, അടിക്കാതെ തന്നെ അവരെ അനുസരിപ്പിക്കാൻ പറ്റുന്നിടത്താണ് ടീച്ചറുടെ വിജയം. അടിച്ച് പഠിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റും. അതിപ്പം ഫ്രണ്ട്ലിനെസ് കൊണ്ട് വേണോന്നുള്ളത് അതൊക്കെ ശരിക്കും നമ്മൾ ടീച്ചർമാർ ശരിക്കും അനുസരിച്ച് എക്യുപ്ഡ് ആവണം. അവരെങ്ങനെ കുട്ടികളെ സൈക്കോളജിക്കലി മനസ്സിലാക്കി ഓരോ പഠിക്കാൻ. കുട്ടികളുടെ അവസ്ഥക്കനുസരിച്ച് നമുക്ക് അവരെ ഡീൽ ചെയ്യാൻ പറ്റിയാൽ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇപ്പൊ ചോദിച്ച സമയത്ത് ജെൻസി കുട്ടികൾ കണ്ടുവന്നിട്ടുള്ള ചിലപ്പോൾ ടീച്ചർ അനുഭവത്തിലുണ്ടാകും. ഇവരെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഇപ്പോൾ ഓൺലൈൻ അല്ലെങ്കിൽ അവരുടെ ജനറേഷനിലെ പ്രശ്നമാണോ ഓൺലൈനിൽ കൂടുതൽ ഇരിക്കുന്നതുകൊണ്ടാണോ ഭയങ്കര ക്ലോസ്ഡ് ആണ്. പഴയ പോലെ ഓപ്പൺ അപ്പ് ആവാനോ, അപ്പൊ അവര് സംഭവം ധൈര്യമുള്ളവരൊക്കെയാണ്. മീൻസ് ഒരു പ്രശ്നം വന്നാൽ സംസാരിക്കുക, അങ്ങനെയല്ല പറയുന്നത്. പക്ഷെ മൊത്തത്തിൽ ഒരു പേഴ്സണാലിറ്റി നോക്കുകയാണെങ്കിൽ ഒരു നിഗൂഢമായി ഭയങ്കര ക്ലോസ്ഡ് ആയി ക്യാരക്ടർ പെട്ടെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റൂല. പണ്ട് പെട്ടെന്ന് ആ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ അപ്പം പണ്ടത്തെ സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ നമ്മളാണെങ്കിൽ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ എടാ ചോദിച്ചാൽ നമുക്ക് അപ്പൊ പേടി, നമുക്ക് എന്താ ഷെയർ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ചെയ്യും. പക്ഷെ ഇപ്പത്തെ സ്റ്റുഡൻസിന് ഇതേപോലെ ഒരു നിഗൂഢത നിറഞ്ഞ ഒരു ഉള്ളിൽ ഒതുക്കി നടക്കുന്ന കുട്ടികളെ പോലെ ടീച്ചർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതിപ്പോ ക്ലാസ്സിലാവുന്ന സമയത്ത് നമ്മള് ഇന്ററാക്ഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഇവർക്ക് അത്രത്തോളം വേണോ അല്ലെ വേണ്ട, ആ ഒരു ലെവൽ കൂടുതലായിട്ട് വേണ്ട എന്നുള്ളതായിരിക്കും നമ്മൾ കൂടുതൽ കേൾക്കുന്നുണ്ടാവുക. എന്നിട്ടും ഇവരെ ഒന്ന് തമാവിൽ ഒരു സംസാരം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും കുട്ടികളിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. തുറന്ന സംസാരം കുറവാണ്. എനിക്ക് ഓർമ്മയുണ്ട് ട്രോളൊക്കെ ആയിട്ട് വന്നൊരു സംഭവമുണ്ട്. അതായത് ജെൻസികൾ ടീച്ചർമാരെ ബന്ധപ്പെട്ടല്ല, ട്രോളായി വന്ന എന്താ വെച്ചാൽ എംപ്ലോയേഴ്സിന്റെ ഒരു പ്രശ്നം. ജെൻസികളെ എംപ്ലോയ് ചെയ്യുമ്പോൾ അവരൊന്നും മിണ്ടില്ല, ചീത്ത പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും, നോക്കി പേടിപ്പിക്കാൻ സാധനം. നമ്മളുമായി ബന്ധപ്പെട്ട് എനിക്ക് കണക്ട് ആയ ഒരു സാധനം, ജെൻസികൾക്ക് ഇത് ജോലി ചെയ്യുന്നവർ നോക്കി പേടിപ്പിക്കുന്നതല്ല. അവരെ മൊത്തത്തിലുള്ള പ്രശ്നം വെച്ചാൽ അവർ വോക്കലായിട്ട് എക്സ്പ്രസ് ചെയ്യില്ല. ഉള്ളിൽ ഒരേ സാധനമുണ്ട്, പക്ഷെ അത് ഉള്ളിൽ അവർ അങ്ങനെ ഒതുക്കി വെക്കുകയാണ്. അത് പുറത്തേക്ക് അവർ എക്സ്പ്രസ് ചെയ്യാതെ ഉള്ള കാര്യങ്ങൾ കണക്ട് ആവാത്തൊരു ഇഷ്യൂ ഒരു ജനറേഷൻ പുതുതായിട്ട് വരുന്നുണ്ട്. അത് ശരിക്കും മാറ്റിയെടുക്കേണ്ട ഒരു സാധനമാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ നമ്മൾ എത്രയൊക്കെ ഇങ്ങനെ പറഞ്ഞാലും ടീച്ചേഴ്സ് എന്ന് പറയുന്നത് കുട്ടികൾ അല്ലെ, കുട്ടികൾക്ക് നമ്മുടെ അടുത്ത് തോന്നേണ്ടതായിട്ടുള്ള ഒരു കെയർ, ഒരു ലവ്, ഒരു റെസ്പെക്ട്, അത് നമ്മൾ അവരുടെ അടുത്ത് എങ്ങനെയാണോ ആ രീതിയിലാണ് അവർക്ക്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ സ്റ്റുഡൻസ് ജെയ്സിലായാലും കൂടുതൽ അധികം പേഴ്സണൽ കാര്യങ്ങൾ വീട്ടിൽ ഷെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ അടുത്തായിരിക്കും. പറഞ്ഞ പോലെ അവർ ഓപ്പൺ അപ്പ് ആവണമെങ്കിൽ ഓപ്പൺ അപ്പ് ആവാനുള്ള സ്പേസ് ഉണ്ടാവും. അവർക്കൊരു സേഫ് ആയിട്ട് ഓപ്പൺ ആവാം എന്നുള്ള സാധനം ടീച്ചറാണ് ശരിക്കും കൊടുക്കേണ്ടത്. പിന്നെ ഈ എംപതി എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് അത്രയും വലിയൊരു ഇമ്പോർട്ടൻസ് എപ്പോഴും നമ്മൾ അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കും. സിറ്റുവേഷൻസ് എന്നാണ് വരുന്നത്, നമുക്കറിയില്ലല്ലോ. എപ്പോഴും അവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, അവരോട് ചോദിച്ച് മനസ്സിലാക്കുക.